അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുസ്ലിമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന മഹനീയരെ, എൻ്റെ വന്ധ്യരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, ഇസ്ലാമിലെ സാഹോദര്യ ബന്ധത്തെക്കുറിച്ചാണ് നാം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നല്ലത് പറയാനും അത് കേൾക്കുവാനും നാഥൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലോകത്തിന് ഉദാത്തമായ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പാഠങ്ങൾ പകർന്നെന്ന മതമാണ് ഇസ്ലാം. പരസ്പരം കലയിച്ചുകൂടിയ ജാഹിലിയ കാലത്തെ കാട്ടറബികൾക്ക് സാഹോദര്യം മോദിക്കൊടുത്തത് പരിശുദ്ധ ഇസ്ലാമാകുന്നു. വിശുദ്ധ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കർ വ ഉൻസാ വജഅൽനാകും ശുഅബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി വഅത്ഖാകും. മനുഷ്യരെ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. വിവിധ ഗോത്രങ്ങളും വർഗങ്ങളും ആക്കിയത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളിൽ ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കൽ ആദരണീയർ ഭക്തിയുള്ളവരാണ്. വിശ്വ സഹോദര്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ പ്രഖ്യാപനം ലോകത്ത് ഏറെ മാറ്റങ്ങൾ ഉണ്ടാക്കി. അത് മനുഷ്യ മനസ്സുകൾ തമ്മിലുള്ള അകലം കുറച്ചു. അക്രമത്തിന്റെയും കയ്യൂക്കിന്റെയും രീതി വലിച്ചെറിയാൻ ശാസ്ത്രം പ്രേരിപ്പിച്ചു. മനുഷ്യരെല്ലാം ഒന്നാണെന്ന ചിന്തയിലോട്ട് അത് അവരെ നയിച്ചു. അതുവഴി മനുഷ്യത്വത്തിനും സാഹോദര്യത്തിനും പുതിയ മാനങ്ങൾ നൽകുകയായിരുന്നു ഇസ്ലാം. ഒരൊട്ടകത്തിന്റെ പേരിൽ നൂറ്റാണ്ടുകളോളം പോരടിച്ച ഔസ് ഗോത്രത്തിന് സാഹോദര്യത്തിന്റെ മന്ത്രങ്ങൾ ഉറവിട്ട് നൽകിയത് പരിശുദ്ധ ഇസ്ലാമാണ്. പ്രവാചക തിരുമേനിയും അനുയായികളും പ്രചരിപ്പിച്ച സാഹോദര്യ സന്ദേശങ്ങൾ വലുതാണ്. ആടിനെയർത്ത് പാകം ചെയ്യുന്ന ജൂതനോട് അയൽവാസിയെ മറക്കരുത് എന്ന് നിർദ്ദേശിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സാഹോദര്യത്തിന് ഉദാത്ത സന്ദേശമാണ് നൽകിയത്. വിശ്വാദർശങ്ങൾക്കും ആശയഭിന്നതകൾക്കും അപ്പുറമായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രചരിപ്പിച്ച സാഹോദര്യ ബന്ധങ്ങൾ. ഉത്ബയും ശൈബയും ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായിരുന്നെങ്കിലും അവർ പഴങ്ങൾ കൊടുത്തയച്ചപ്പോൾ സന്തോഷം കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സ്വീകരിച്ചത് എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്. അബൂ സുഫിയാനും അബൂ ജഹലും ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായിരുന്നെങ്കിലും പരസ്പരം ആശയവിനിമയം നടത്താനുള്ള സൗഹൃദം അവർ തമ്മിൽ കാത്തു സൂക്ഷിച്ചിരുന്നു. ഈ വിശ്വമാനവികതകളോടൊപ്പം തന്നെ ഒരാദർശത്തിന്റെ വാക്താക്കൾ എന്ന നിലയ്ക്ക് മുസ്ലിങ്ങൾക്കിടയിൽ പ്രവാചകൻ പ്രത്യേകമായ സഹോദര്യ ബന്ധം സ്ഥാപിച്ചിരുന്നു. അവിടുന്ന് പുണ്യനബി പ്രഖ്യാപിച്ചു, ലാ യുമിനു അഹദുകും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. തനിക്ക് ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ആരും വിശ്വാസികളാവുകയില്ല. എന്തൊരു സുന്ദര പ്രഖ്യാപനമാണിത്! സ്വഹാബികൾ അക്സർ പ്രതിപാലിച്ചു. ഇന്ന് എത്രയോ ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. പ്രവാചക തിരുമേനിയെ മാതൃകയാക്കി നല്ലൊരു സാഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിച്ച് ജീവിക്കാൻ റബീഉൽ അവ്വൽ നമുക്ക് പ്രചോദനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ സംസാരത്തിന് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.